റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ മലയാളി യുവാവിന് ദാരുണാന്ത്യം. ജോലി തട്ടിപ്പിനിരയായി റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന തൃശൂർ കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ ബാബുവാണ് മരിച്ചത്. യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബിനിലിന്റെ ബന്ധു ജെയിൻ കുര്യൻ മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. റഷ്യയിൽ അകപ്പെട്ട തങ്ങളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇരുവരും ന്യൂസ് മലയാളത്തിലൂടെ നിരന്തരം സഹായാഭ്യർത്ഥന നടത്തിയിരുന്നു. കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് യുദ്ധമുഖത്ത് അകപ്പെട്ടുപോയ ബിനിലും ജെയിനും നിരന്തരം സഹായം അഭ്യർത്ഥിച്ചു. ഇരുവരുടെയും മോചനം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പരാതിപ്പെടാൻ ഇനിയൊരിടം ബാക്കിയില്ല. ന്യൂസ് മലയാളത്തിലൂടെ മലയാളി യുവാക്കളുടെ ബുദ്ധിമുട്ടുകൾ പുറം ലോകമറിഞ്ഞതോടെ ഓർത്തഡോക്സ് സഭയും വിഷയത്തിൽ ഇടപെട്ടു. എന്നാൽ അവസാന പ്രതീക്ഷയും ഇല്ലാതാക്കിയാണ് ബിനിലിന്റെ മരണവിവരം ഇന്ന് പുറത്തുവന്നത്. ഇപ്പോൾ അറിയിപ്പ് കിട്ടിയത് പ്രകാരം റഷ്യൻ ഡിഫൻസിന് വെർബലി ഒരു അറിയിപ്പ് കിട്ടിയത് ബിനിലും മരണപ്പെട്ടു എന്നാണ്. എംബസിയാണ് നമ്മൾ അറിയിച്ചത്. ഒഫീഷ്യലായിട്ട് കൺഫർമേഷൻ വന്നിട്ടില്ല എന്നുള്ളൂ. പക്ഷേ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമായ പോലെ ഇനി ഒരാളെങ്കിലും ഉണ്ട്. ആളെങ്കിലും തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇവിടെയുള്ള ഒരാൾ പോയി എന്നാണ് അറിയപ്പെട്ടത്. ദിവസങ്ങൾക്ക് മുൻപ് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെയിൻ കുര്യനാണ് ബിനിലിന്റെ മരണവിവരം ബന്ധുക്കളിൽ ചിലരെ അറിയിച്ചത്. പിന്നാലെ ജെയിനെ മോസ്കോയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ ബിനിലിന്റെ മരണം ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല. ഇതോടെ ബിനിലിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാതെ ദിവസങ്ങളായി ബുദ്ധിമുട്ടിയ ബന്ധുക്കൾ പരാതിയുമായി വീണ്ടും ജനപ്രതിനിധികളെയും സർക്കാരിനെയും സമീപിച്ചിരുന്നു. ബുധനാഴ്ച വിളിച്ചപ്പോൾ തന്നെ അവൻ പറഞ്ഞു, ഇങ്ങനെ ബിനിൽ അളിയനെ കാണാനില്ല. ഞാനിങ്ങനെ ഇത് വന്ന് വയറുമടിച്ചപ്പോൾ അങ്ങനെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അളിയനെ എവിടെയാണെന്നൊന്നും അറിയില്ല, ഞങ്ങൾക്ക് എനിക്കറിയില്ല, അളിയ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞവരോടൊക്കെ എല്ലാവരും പറയും അവിടെ കൊടുക്ക് ഇവിടെ കൊടുക്ക് എന്നൊക്കെ പറയും. എല്ലായിടത്തും കൊടുത്തു. ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി എല്ലായിടത്തും കൊടുത്തു. ഞങ്ങൾ മക്കളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണ്ടേ, അതിനു വേണ്ടി. പക്ഷേ ഞങ്ങളുടെ മക്കളെ മാത്രം രക്ഷിച്ചില്ല. 2024 ഏപ്രിലിൽ തൊഴിൽ തട്ടിപ്പിനിരയായാണ് ബിനിലും ജെയിനും അടക്കമുള്ള 6 മലയാളി യുവാക്കൾ റഷ്യയിലെത്തിയത്. സംഘത്തിലുൾപ്പെട്ട തൃശൂർ തൃക്കൂർ സ്വദേശി സന്ദീപ് ചന്ദ്രനും കഴിഞ്ഞ ഓഗസ്റ്റിൽ യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് റഷ്യയിൽ കുടുങ്ങിയ യുവാക്കളുടെ വാർത്ത ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്നത്. വിഷയത്തിൽ സർക്കാർ ഇടപെടലുണ്ടായതോടെ 3 പേരുടെ മോചനം സാധ്യമായി. എന്നാൽ ബിനിലിന്റെയും ജെയിനിന്റെയും കാര്യത്തിൽ സർക്കാർ ഇടപെടലുകളും തുടർ നടപടികളും വൈകി. ഇതിനിടെയാണ് ബിനിലിന്റെ മരണവാർത്ത ജെയിൻ ബന്ധുക്കളെ അറിയിച്ചത്. ന്യൂസ് മലയാളം, തൃശൂർ.